ഹലോ ഫ്രണ്ട്സ്, വിൻ്റർ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സ്നോഫോളൊക്കെ ആയിരുന്നു ഇന്നലെ രാത്രിയിൽ. നൈറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ രാവിലെ ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഏറെക്കുറെ ഫുൾ കവേർഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ സ്നോയിങ് നിന്നിട്ടുണ്ട്. അത് കാരണം വലിയ കുഴപ്പമില്ല, നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ച് പോകാം. ഞാനിവിടെ വന്നിട്ട് ഇതിപ്പോൾ മൂന്നാമത്തെ വിൻ്ററാന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നവംബറിൽ സ്നോഫോൾ ഞാൻ കാണുന്നത്. അപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വരുവാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്തെന്നാൽ ജസ്റ്റ് ഒന്ന് നടന്നാലോ, ഒരു പാർക്കിൽ കൂടെ ജസ്റ്റ് ഒന്ന് നടന്നാലോ എന്നൊക്കെ ഓർത്തൊന്ന് ഇറങ്ങി. കാരണം വൈകിട്ട് പിന്നെയും പോകണം, ചെന്ന് ഉറങ്ങണം. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്നൊരു 10 മിനിറ്റ് പുറത്തിറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് ഓർത്തു. അപ്പം ഞങ്ങളങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി, കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പാർക്കിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. എന്ത് ഭംഗിയല്ലേ കാണാൻ. നമ്മൾ പണ്ട് പിക്ചേഴ്സിലൊക്കെ കണ്ടിരിക്കുന്ന പോലത്തെ ഒരു രീതിയല്ലേ. പിന്നെ നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. കാരണം ഞാൻ ഷിഫ്റ്റിന് ഇറങ്ങാൻ നേരത്ത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളായിരുന്നു. ഞാൻ ഓർത്ത് അതങ്ങ് സ്റ്റോപ്പ് ആകുമെന്ന്. പക്ഷേ ഇല്ല, രാത്രി കണ്ടിന്യൂസ് സ്നോയിങ് ആയിരുന്നു. അപ്പം ഗ്ലൗസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ജാക്കറ്റ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. നല്ല തെർമലും ഇല്ല, അത് കാരണം അത്യാവശ്യം നല്ല തണുപ്പാണ്. അപ്പം ഞങ്ങൾ ചുമ്മാ അതുവഴിയൊക്കെ ഒന്ന് നടന്നു. പിന്നെ ഈ അണ്ണാനില്ലേ, അപ്പോൾ പല സ്ഥലത്തെ അണ്ണാൻ്റെ സൈസിലും അവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഇതൊക്കെ അനുസരിച്ച് അവരുടെ ഒരു ഇതിലൊക്കെ വ്യത്യാസം കാണത്തില്ല. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി, ഈ ജീവികളൊക്കെ ഇതെങ്ങനെ സഹിക്കുന്നു, പിന്നെ അവർക്ക് അതിനെ പറ്റിയ രോമം കാര്യങ്ങൾ അവരുടെ ബോഡിക്കകത്തൊക്കെ തന്നെ ഉണ്ടല്ലോ, അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരിക. ഇതറിയായിരിക്കും എല്ലാവർക്കും, ഷെഫീൽഡ് അവിടെയുള്ള പാർക്കാണ്. അപ്പം ഇവിടെ ആണിങ്ങനെ ഫുൾ കവേർഡായിട്ട് കിടക്കുന്നത് കാണാം. നമ്മൾ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും സ്നോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇറങ്ങി, നമ്മളെന്തായാലും ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ പോയി ഫോട്ടോസും എടുക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ യൂണിഫോമൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഒട്ടും പ്രിപ്പയർഡ് അല്ലല്ലോ. അപ്പോൾ ചുമ്മാ ഒന്ന് ഇറങ്ങി എല്ലാം ഒന്ന് കണ്ടിട്ട് അങ്ങ് തിരിച്ച് പോകാമെന്ന് ഓർത്തു. ഇനിയിപ്പോൾ ഉടനെ സ്നോഫോൾ കാണിക്കുന്നില്ല, മേ ബി നെക്സ്റ്റ് മന്ത് അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാലും പിന്നെ ഇടയ്ക്ക് -ഡിഗ്രിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ സ്നോ പെയ്തില്ല. ഇതിപ്പം വീഡിയോ എടുത്തിട്ട് ഞാൻ 2 ആഴ്ചയോളം കഴിഞ്ഞിട്ടായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോഴും ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ. കണ്ടോ, ഫുൾ കവേർഡാണ്. അപ്പം ഞാൻ 2022 സെപ്റ്റംബറിലാണ് ഇവിടെ വന്നത്. അപ്പം ഞാനിങ്ങനെ ഓർക്കുന്നത്, ആ വർഷം ഡിസംബറിൽ ഇതുപോലെ സ്നോ പെയ്തിട്ട് ഇത് ഫുൾ കവേർഡായിരുന്നു. അപ്പം ഞങ്ങളിവിടെ വന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. ഇതേപോലെ തന്നെ ഇങ്ങനെ ഫുൾ കവേർഡായിരുന്നു. അപ്പം നമ്മൾ വന്ന ഇടയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്, ഈ തണുപ്പും കാര്യങ്ങളും ഒക്കെ. അപ്പം നമ്മളിവിടെ വന്ന് ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ ഓർത്തു. ഇതിപ്പം നമ്മൾ അധികമൊന്നും പോയില്ല, ജസ്റ്റ് ഇവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങളങ്ങ് തിരിച്ചു പോയി. കാരണം ഞാൻ പറഞ്ഞില്ലേ, കൈയൊക്കെ നല്ല ഫ്രീസ് ആവാൻ തുടങ്ങിയായിരുന്നു. ഇതാ മൊത്തത്തിൽ എന്ത് രസമല്ലേ. അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ചുമ്മാ അകത്തോട്ട് കയറിപ്പോകുന്ന പോലെ കയറി ഷോട്ട് എടുക്കാമെന്ന്. പിന്നെ ഈ കാര്യം മനസ്സിലായി, കാരണം ഈ മഞ്ഞ് കവർ ചെയ്ത് കിടക്കുന്ന കാരണം നമുക്ക് വഴിയൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ. പിന്നെ ഒരു കുഴിക്കകത്ത് വീഴാനൊക്കെ പോയപ്പോൾ ഞാനിങ്ങനെ പോകുന്നു. ഇനി സ്നോ ആകുമ്പോഴത്തേക്ക് നമ്മൾക്ക് നമ്മുടെ ഹാറ്റും ഗ്ലൗസും എല്ലാം ഇട്ടുകൊണ്ടൊക്കെ വേണം വരാനല്ലേ. ഒരിക്കലും നമുക്ക് പുറത്തിറങ്ങാനേ പറ്റത്തില്ല. പിന്നെ റോഡിലൊന്നും കുഴപ്പമില്ല, വണ്ടികൾ പോവുകയൊക്കെ ചെയ്ത് അതങ്ങ് മെൽറ്റായി തുടങ്ങി സൈഡിലൊക്കെ. പിന്നെ ഞാൻ ഏത് ടൈപ്പ് ഷൂ ബൂട്ട്സ് ഇട്ടാലും എന്നിട്ടാലും തെന്നി പോകും. എനിക്കെപ്പോഴും വീഴ്ച ഉള്ളതാണ് ഈ മഞ്ഞ് കാലത്ത്. പിന്നെ നല്ല ട്രാഫിക്കുമായിരുന്നു. നമ്മൾ വീട്ടിലോട്ട് പോകാൻ അത്യാവശ്യം സമയമെടുത്ത് എഴഞ്ഞ് പോയിക്കൊണ്ടിരുന്നു. ഒന്നാമത്തെ ഈ സമയത്ത് ട്രാഫിക്കാണ്. ഇപ്പം ഇനി മഞ്ഞും മഴയൊക്കെ ആകുമ്പോൾ പിന്നെ ഒട്ടും പറയണ്ട. വൈകിട്ട് ഷിഫ്റ്റും ഉണ്ട്, അതാണ് ഞങ്ങളിങ്ങനെ. പിന്നെ കൊണ്ടുവിടുന്ന കാരണം എനിക്ക് ബസ്സിലൊന്നും പോകണ്ട. ഇപ്പോൾ ഒരു മണിക്കൂർ 2 മണിക്കൂറും കൂടെ നമുക്ക് കൂടുതൽ ഉറങ്ങാൻ പറ്റും. ബസ്സിനാണ് പോകുന്നതെങ്കിൽ ഞാനിപ്പോൾ 7 മണിയുടെ ഷിഫ്റ്റിന് 3:30 കഴിയുമ്പോഴേ എണീക്കണം. പിന്നെ 4 മണി കഴിയുമ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അങ്ങനെയൊക്കെ ഭയങ്കര ചടങ്ങാണ് ബസ്. കാരണം എനിക്ക് ഒറ്റ ബസ്സില്ല, 2 ബസ് കയറി പോകണം. പിന്നെ അതിലേതെങ്കിലും ഒരെണ്ണം ക്യാൻസലായാൽ പിന്നെ അതും പാടാകും. പിന്നെ വേറെ ബസ്സില്ല, പിന്നെ അവിടുന്ന് ടാക്സി ബുക്ക് ചെയ്യണം. പിന്നെ അങ്ങനെയൊക്കെ ചടങ്ങ്. അപ്പോൾ കൊണ്ടുവിടുവാണെങ്കിൽ ഒന്നും അറിയണ്ട, ഒരു 1 അവർ മുന്നേ എണീറ്റ് റെഡി ആവുക, കഴിക്കാൻ പോവുക, അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കഞ്ഞിയൊക്കെ കുടിക്കാൻ ഓർത്തു, തണുപ്പൊക്കെയല്ലേ, എന്നിട്ട് ഉറങ്ങാൻ പോവുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.